എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഷൈബു. വേദമണിമുത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞത് കാവുകളെ പറ്റിയും മനുഷ്യരെ പറ്റിയുമുള്ള ബന്ധം എന്താണെന്നെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളതും കാവുകളെ പറ്റി തന്നെയാണ്. ഈ കാവുകളും മനുഷ്യനും തമ്മിൽ ഉള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് എനിക്കിന്നും നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതിൽ ഈ കാവുകളിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ ഔഷധ വൃക്ഷങ്ങളും ഔഷധ ചെടികളും ഔഷധ വള്ളികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ മറ്റുള്ള ജീവജാലങ്ങൾ, എല്ലാ ജീവജാലങ്ങളും, പക്ഷികളും മറ്റുള്ള മൃഗങ്ങളും മുരകങ്ങളും എല്ലാ ജീവജാലങ്ങളും, തേനീച്ച പോലുള്ള ചെറിയ ചെറിയ പ്രാണികൾ വരെ എല്ലാം കൂടെ ഉൾപ്പെടുന്നതും കൂടിയാണ് കാവെന്ന് പറയുന്നത്. ഈ ജീവികളും മനുഷ്യനും തമ്മിൽ വലിയൊരു ബന്ധം. ഈ ജീവികളെല്ലാം നമുക്ക് ചുറ്റുപാടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു ജീവിതം, നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള രോഗാണുക്കൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാതിരിക്കണമെങ്കിൽ ഈ ജീവജാലങ്ങളൊക്കെ ആയിട്ട് നമുക്കൊരു ബന്ധമുണ്ട് മനുഷ്യന്. അപ്പം മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഈ ജീവജാലങ്ങളെല്ലാം ജീവിച്ചിരിക്കുക തന്നെ ചെയ്യണം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യൻ ജീവിക്കാൻ പറ്റുള്ളൂ. മറിച്ച് മനുഷ്യനില്ല എങ്കിൽ പോലും ഈ ജീവജാലങ്ങളെല്ലാം ഇവിടെ ജീവിക്കുക തന്നെ ചെയ്യും. കാരണം അത് ഒരു ജീവി അടുത്ത ജീവിയുമായിട്ട് ബന്ധപ്പെട്ട്, അടുത്ത ജീവി മറ്റൊരു ജീവിയുമായിട്ട് അവർ തമ്മിൽ അവരുടെ കടമകൾ അവർ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. മനുഷ്യനാണ് ചെയ്യാത്തത്. മനുഷ്യൻ സ്വന്തം സുഖങ്ങളും സ്വന്തം സന്തോഷങ്ങളും തേടി മനുഷ്യൻ ആകപ്പാടെ വെറി പിടിച്ച് നടക്കുക. അപ്പം ഇങ്ങനെ നടക്കുന്ന ഈ ഒരു അവസ്ഥയിൽ മനുഷ്യൻ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കാവുകളുടെ ഒരു സംരക്ഷണത്തെ പറ്റി. അപ്പൊ ഈ കാവുകൾ സംരക്ഷിക്കപ്പെടുകയും ഈ ജീവജാലങ്ങളെല്ലാം സംരക്ഷിക്കപ്പെടുകയും, അപ്പൊ ജീവജാലങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം, അപ്പൊ അങ്ങനെ പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാവിനോട് ചേർന്ന് സർപ്പക്കാവെന്നും പറഞ്ഞൊരു കാവ് ഉണ്ടായിരുന്നു. കാവിനോട് ചേർന്ന്, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സർപ്പക്കാവ് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സർപ്പക്കാവ് എന്ന് പറഞ്ഞൊരു കാവ് എന്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടു, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതൊന്നും ആർക്കും അറിയില്ല. എല്ലാവരും ഇപ്പം സർപ്പം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. കാരണം നമ്മുടെ പൂർവികരെല്ലാവരും നമ്മളെ പറഞ്ഞ് ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഈ കാവുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അങ്ങോട്ട് ചെല്ലരുത്, പോകരുത്, വരരുത്, തൊടരുത്, പിടിക്കരുത്, അങ്ങനെയാണ്, ദോഷമാണ്, അങ്ങനെ. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും പോയി തൊടരുത്, പിടിക്കരുതെന്ന് പറയാൻ കാരണം, ഈ സർപ്പങ്ങളെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരുന്നതാണ്. ഇവരെ സംരക്ഷിക്കാനുള്ള കാരണമുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന വൃക്ഷങ്ങൾ എന്ന് പറയാം, അല്ലെ അതുപോലുള്ള ചെടികൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാൻ വേണ്ടി ഒരു അപാര കഴിവുള്ള ഒരു ജീവിയാണ് ഈ സർപ്പങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഉഗ്രവിഷമുള്ള സർപ്പങ്ങൾ. അപ്പം വലിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം എല്ലാ ജീവികളും ഓക്സിജൻ തന്നെയാണ് ശ്വസിക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് വിടുന്നത്. പക്ഷേ ഈ സർപ്പങ്ങൾ ചീറ്റുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയുണ്ട്, ചീറ്റുന്നത്. അപ്പം അതൊരു പ്രത്യേക രീതിയാണ്. എന്ന് പറയുന്ന പോലെ ഇത് ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു പ്രക്രിയയുമുണ്ട്. അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അങ്ങനെ ആ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഉള്ളിൽ നിറയുന്നതാണ് ഈ പാമ്പുകളുടെ, ഈ സർപ്പങ്ങളുടെ ഉഗ്രവിഷം എന്ന് പറയുന്ന വിഷം. അപ്പം നമ്മളെ ഒരിക്കലും ഇത് ജീവികളിൽ അല്ലെങ്കിൽ ഉരകങ്ങളിലൊക്കെ ഏറ്റവും സാധുവായ ജീവിയാണ് സർപ്പം എന്ന് പറയുന്നത്. സർപ്പം ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കത്തില്ല. കാരണം അതുപോലെ സ്നേഹിച്ച് വളർത്താൻ വേണ്ടി പറ്റിയ ഒരു ജീവി വേറെ ഇല്ല. അത്രയ്ക്കും നമ്മളോട് സ്നേഹമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ ഇതിനെ നമ്മൾ ഭയപ്പെടുന്നത് ഇതിന്റെ വിഷത്തെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. കാരണം തൊട്ടാൽ തീർന്നു. അതുകൊണ്ട് ഇതിന്റെ വിഷത്തെയാണ് നമ്മൾ ഭയപ്പെടുന്നത്. അപ്പം അങ്ങനൊരു ഭയം നമുക്കുള്ളിലുണ്ട്. അപ്പം ഇതിനെ ഇങ്ങനെ സംരക്ഷിക്കാൻ കാരണം, ഈ ഓക്സിജൻ വലിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന, നമ്മൾ വിടുന്നതും ഭൂമിയിലുള്ളതും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതുമായ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാൻ വേണ്ടി അപാര കഴിവുണ്ട്. അത് ഓക്സിജൻ വലിക്കുന്ന കൂട്ടത്തിലല്ല, ഒരു പ്രത്യേക രീതിയിൽ ഈ സർപ്പങ്ങൾ വലിക്കും ഉള്ളിലേക്ക്. അപ്പം അതാണ് ആ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉള്ളിൽ ചെന്ന് ഈ വിഷസഞ്ചിയിൽ നിറയുന്നത്. അപ്പം അത്രയ്ക്കും ഇതുണ്ട്. അപ്പൊ ഈ സർപ്പങ്ങളെ നമ്മൾ സംരക്ഷിക്കാനുള്ള കാരണം, ഉദ്ദേശശുദ്ധി ഇതാണ്.
അപ്പം ഈ സർപ്പങ്ങളുടെ അടുത്ത് പോകരുത്, വരരുത്, തുടരുത് എന്നൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറയുവാണ് അങ്ങോട്ട് പോകരുത്, അവിടെ തുടരുത് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അങ്ങോട്ട് പോകാനേ ശ്രമിക്കത്തുള്ളൂ. കാരണം അവിടെ എന്തായിരിക്കും, അങ്ങോട്ട് പോകില്ല, അത് അവിടെ അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറയാം. അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ജിജ്ഞാസയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അന്ന കാലത്ത് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അപ്പൊ അങ്ങനെ കളിച്ച് ഓടി നടന്ന് കളിക്കുന്നതിന് ഇടയ്ക്ക് ഈ ഈ സർപ്പങ്ങൾ, അതായത് ഇതിനെ നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലുവാണെന്ന് ഓർത്തുകൊണ്ട് ഇവർ ഓടിപ്പോകും. ഓടിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അടുത്ത സ്ഥലം തേടി പോകും. കാരണം സ്ഥിരമായിട്ട് കുഞ്ഞുങ്ങൾ അതിൽ ഓടി കളിക്കുമ്പോഴത്തേന് നിങ്ങളെ വല്ലതും ചെയ്യാൻ പോവാണെന്ന് ഓർത്തോ, അല്ലെങ്കിൽ പിള്ളേർ കല്ലെടുത്ത് എറിയുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവര് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞത്. അല്ലാതെ അതേ ചെന്ന് തൊടുന്നതോ പിടിക്കുന്നതോ അല്ലെ പോകുന്നതോ ദോഷമോ അങ്ങനെ ഒരു ദോഷമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് അതിനെ പ്രക്രിയ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ സർപ്പങ്ങൾ നമ്മൾക്ക് നിലനിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകണം. അപ്പൊ അതുകൊണ്ട് ഈ സർപ്പങ്ങളെ നമ്മൾ അങ്ങനെ നിർത്താനുള്ള കാരണം, നിർത്തിയിരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർപ്പങ്ങളുടെ മാളത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, അതായത് സർപ്പങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ആഴ്ചയിലൊന്നോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെയാണ്. അല്ലാതെ നമ്മളെ പോലെ 3 നേരം 4 നേരം കഴിക്കുന്നവരല്ല, മനുഷ്യരെ പോലെ കഴിക്കുന്നവരല്ല. അപ്പം അതുപോലെ എല്ലാ മൃഗങ്ങളെ പറ്റി എല്ലാത്തിനെ പറ്റിയും പറയുവാണെങ്കിൽ മനുഷ്യൻ കഴിക്കുന്നത് പോലെ അല്ല മൃഗങ്ങൾ കഴിക്കുന്നത്. അവര് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു. അങ്ങനെയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനൊരു സമയം വെച്ചിട്ടുണ്ട്, ഇന്ന നേരം തിന്നണം, ഇന്ന നേരം തിന്നണം, അങ്ങനെ കഴിക്കണമെന്നൊരു ഒരു ഒരു പ്രക്രിയ തന്നെ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊന്നും അല്ല, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക. അപ്പം ഇങ്ങനെ ഈ സർപ്പങ്ങൾ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോഴത്തേനും ഈ സർപ്പങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം അവിടെ നമ്മൾ ക്രമീകരിച്ച് വെച്ചിരുന്നു. കാരണം ഈ സർപ്പങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ ഭക്ഷണം തേടിയാണ് മാളത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഭക്ഷണം തേടി വെളിയിൽ ഇറങ്ങി വരുമ്പോഴേക്കും ഇത് ഭക്ഷണം, കാരണം ഇറങ്ങി വരുമ്പോഴേ ഭക്ഷണം കിട്ടണമെന്നില്ല, അത് കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴാണ്. എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ്. കാരണം ഒരു ജീവിയും ഇന്നടത്ത് ഭക്ഷണം ഇരിപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ജീവിയും പോകാറില്ല, തേടി പോകാറില്ല. തേടി പോകുന്നതിനിടയ്ക്ക് കിട്ടുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ ജീവജാലങ്ങളും. നമ്മളാണ് സ്വരുക്കൂട്ടി വെക്കുന്നത്. നമുക്ക് ചാക്കിനകത്ത്, പെട്ടിക്കകത്തും പത്തായത്തിനകത്തും ഒക്കെ നമ്മളാണ് നിറച്ച് വെക്കാറ്. അപ്പൊ അങ്ങനെ ആരും ശേഖരിച്ച് വെക്കാറില്ല, ഒരു ജീവിയും ഭക്ഷണം ശേഖരിച്ച് വെക്കാറില്ല. പിന്നെ ഉറുമ്പുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഭക്ഷണം ശേഖരിച്ച് വെക്കുന്നത്. അപ്പം ഇങ്ങനെ ഈ ഭക്ഷണം നമ്മൾ അതിനെ കൊടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് അപ്പൊ കിട്ടുന്ന ഭക്ഷണവും എടുത്തുകൊണ്ട് നേരെ മാളത്തിലേക്ക് കയറി പോകും. മാളത്തിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല, കാരണം പിന്നെ അവിടെ ഇരിക്കും. പിന്നെ അടുത്ത ഭക്ഷണം തിരക്കിയാണ് ഇറങ്ങി വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ സർപ്പങ്ങളെ നമ്മൾ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സംരക്ഷിക്കാനുള്ള കാരണം ഇതാണ്. അപ്പം അങ്ങനെ ആ ജീവജാലങ്ങളെ കുറിച്ച് പറയുമ്പോഴേക്കും ഇപ്പം എനിക്ക് എലിയെ കുറിച്ച് പറയുമ്പോഴത്തേക്കും എലി നമുക്ക് വലിയൊരു ഇത് തരുന്നുണ്ട്, വലിയൊരു അനുഗ്രഹം നമുക്ക് തരുന്നുണ്ട്. എലി എന്നല്ല, എല്ലാ ജീവജാലങ്ങളും തരുന്നുണ്ട്. അപ്പൊ എലിയെ പറ്റി നമ്മൾ ഞാൻ എടുത്തു പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ പറ്റി പറയുമ്പോൾ, എല്ലാ ജീവജാലങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ എലിയെ പറ്റി ഒന്ന് എടുത്തു പറയാം. ഈ നമ്മുടെ പറമ്പുകളിലും നമ്മുടെ മുറ്റത്തും നമ്മുടെ പരിസരങ്ങളിലും എന്തിനു മല പോലും തുളച്ച് മാളങ്ങളുണ്ടാക്കി എലി നമ്മളെ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചെന്നാൽ എലി തുളച്ച് മാളങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ നിറഞ്ഞ് ഭൂമി പൊട്ടിത്തെറിക്കും, അല്ലെങ്കിൽ ഭൂമി വിണ്ടു കീറും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അത് നമുക്കും ഓക്സിജൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പൊ എലി വലിയൊരു ജോലിയാണ് എലി ചെയ്യുന്നത്. വലിയ മലകളൊക്കെ തുളച്ച്, ഇവിടും തുളച്ച് അപ്പുറം പോകുക, അവിടെ അങ്ങനെയൊക്കെ ചെയ്ത് ഈ മാളങ്ങൾ ഉണ്ടാക്കി വിട്ടില്ല എങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ കണ്ടമാനം നിറയും, ഭൂമിക്കുള്ളിൽ നിറയും. അതുപോലെ തന്നെ പറയാനുള്ള നമ്മൾ നിസാരമായ ഒരു 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 ജീവിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മുടെ ഈ ഞാഞ്ഞൂല്, മണ്ണിര എന്ന് പറയുന്ന ഒരു സാധനം. നമുക്ക് മണ്ണിരയെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ സർപ്പങ്ങൾ കഴിയൊക്കെ ഭയങ്കര ഒരു പവറുള്ളതാണ്. നമുക്ക് നമ്മുടെ മുറ്റത്ത് നമ്മുടെ തൊടിയിലൊക്കെ വേണ്ട ഒരു സാധനമാണ് ഈ മണ്ണിര എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് വേസ്റ്റുകൾ നമ്മൾ വലിച്ചെറിയുന്നുണ്ട് ഭൂമിയിലേക്ക് നമ്മൾ ഒരുപാട് വേസ്റ്റുകൾ വലിച്ചെറിയുന്നു. അതിനകത്ത് ഉൾക്കൊള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം ഈ ഭൂമിയിലേക്ക് ലയിക്കുകയാണ്. ഭൂമിയിലേക്ക് ലയിച്ച് കഴിഞ്ഞാൽ ഭൂമിക്ക് വേറെ പ്രശ്നങ്ങളുണ്ട്, പ്രഷർ ഉണ്ടാകും. അപ്പം ഇത് ഭൂമിയിലേക്ക് ലയിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഭൂമിയിലേക്ക് ലയിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ മണ്ണിര എന്ന് പറയുന്ന ഈ സാധനമാണ്. അതായത് നമ്മുടെ മുറ്റങ്ങളിലൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ മുറ്റങ്ങളിലൊക്കെ, ഇന്നിപ്പോൾ അങ്ങനെയുള്ള മുറ്റങ്ങളൊന്നും ഇല്ല, എല്ലാ മുറ്റങ്ങളും ഇപ്പൊ കല്ല് വിരിച്ച് കട്ടയിട്ടും അതുപോലുള്ള ഗ്രാനൈറ്റൊക്കെ ഇട്ട് ഭയങ്കരമായ രീതിയിലൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഒരു മുറ്റങ്ങളിലും അല്ലെ നമ്മുടെ പറമ്പുകളിലൊന്നും ഈ മണ്ണിരയെ കാണാനില്ല, അപൂർവമാണ്. അപ്പം ഈ മണ്ണിര ചെയ്യുന്നത് രാത്രിയിൽ ഇത് മണ്ണ് തുളച്ച് മേളിൽ കയറി വരും.
മേളിൽ കയറി വന്ന് അവിടെ ഇങ്ങനെ മണ്ണ് കൂട്ടി കുരുപ്പ എന്ന് പറയും, ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് പറയുക, കുരുപ്പ എന്ന് പറയുന്നത്. അപ്പോൾ കുരുപ്പ ഇങ്ങനെ മണ്ണിങ്ങനെ കൂട്ടി വെക്കും. അപ്പം ഈ ഭൂമിയിൽ ഈ ദ്വാരങ്ങൾ ഒരുപാടുണ്ടാവും. അതിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഏരിയയിൽ അങ്ങനെ ഒരുപാടുണ്ടാവും. അത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് തിങ്ങി നിൽക്കുന്നിടത്താണ് ഇതുങ്ങളിങ്ങനെ ഈ ഭൂമിക്ക് ദ്വാരം ഉണ്ടാക്കി മേളിൽ കയറി വരും. മേളിൽ കയറി വരുമ്പോഴത്തേനും അതിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ശരിക്കും പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നിസാര മണ്ണിരകളെ പോലും നമ്മൾ സംരക്ഷിക്കണം. നമ്മളെല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കണം, എല്ലാ പക്ഷിമൃഗങ്ങളെയും സംരക്ഷിക്കണം. ഇപ്പം ഇന്നത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ കാക്കകൾ, പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കാക്കകളുണ്ട്. അപ്പോൾ കാക്കകളെ ഒന്നും ഒരുപാട് കാണാനില്ല, അപൂർവം. നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് അങ്ങേയറ്റം വന്ന് 5-6 കാക്കയൊക്കെ വന്ന് അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ നമുക്ക് പക്ഷികൾ, അതുപോലെ തന്നെ ചെറിയ അടയ്ക്കാക്കുരുവി എന്ന് പറഞ്ഞൊരു കുരുവി, നമ്മുടെ ഈ പഴയ കാലത്തെ കെട്ടിടങ്ങളുടെയൊക്കെ ഷട്ടറിനടയ്ക്കും തട്ടിയുടെ ഇടയ്ക്കുമൊക്കെ ഓടിനടയ്ക്കുമൊക്കെ കൂട് കൂട്ടി വെച്ചിരുന്ന് പോസ്റ്റയിലൊക്കെ കൂട് കൂട്ടി വെച്ച് ഇരുന്നുകൊണ്ടിരുന്ന ഒരു അടയ്ക്കാക്കുരുവി എന്ന് പറഞ്ഞൊരു കുരുവി, അതുങ്ങളൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. അതുപോലെ ചിത്രശലഭങ്ങൾ, എത്രയോ ചിത്രശലഭങ്ങൾ, എത്ര തുമ്പികൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇവരൊക്കെ ഈ പ്രകൃതിയിൽ ജീവിച്ചിരിക്കേണ്ടതാണ് നമുക്ക് വേണ്ടി. അപ്പം അവരെ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെല്ലാം നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതല്ല, ഈ വനം നമ്മൾ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്ന, അല്ലാതെ ആരും ഒരു മരം ഇവിടെ കുഴിച്ചു വെക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് മരങ്ങൾ വെട്ടിക്കോട്ടെ, വെട്ടുന്നതിനനുസരിച്ച് നമുക്ക് വേറെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം. വെട്ടുന്നതിന് അതിപ്പോൾ ഓരോരുത്തർ ഒരുപാട് പേര് അതിലൂടെ നമ്മൾ ജീവിതം നയിക്കുന്നവരുണ്ട്, കുടുംബജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കൊരു തൊഴിലായിക്കോട്ടെ. പക്ഷെ ഇപ്പുറത്ത് നമ്മൾ ഇതെല്ലാം വെച്ച് പിടിപ്പിക്കുകയും കൂടെ വേണം, അല്ലെങ്കിൽ നമ്മൾ വലിയ പ്രശ്നത്തിലായിപ്പോകും. കാരണം ഇതെല്ലാം വെട്ടി നശിപ്പിക്കപ്പെട്ട് നമ്മൾ അവസാനം എവിടെയോ ഒന്നും അല്ലാത്ത രീതിയിലാകും. അപ്പം ഇങ്ങനെ ഈ ചിത്രശലഭങ്ങളെ പോലും, തേനീച്ചകൾ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളും പ്രാണികളും വരെ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കേണ്ടവരാണ്. അപ്പം നമുക്ക് നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ കാവുകൾ സംരക്ഷിക്കപ്പെടണം എന്ന് ഞാൻ പറയുന്നത്. ഇന്നിപ്പോൾ എനിക്ക് ഈ വരുന്ന പുതുതലമുറയോട് എനിക്ക് പറയാനുള്ള ഒരു അപേക്ഷ കൂടിയാണിത്. അത് നിങ്ങളത് കയ്യേക്കണം. കാരണം എന്ന് വെച്ചെന്നാൽ ഇവിടെ പ്രകൃതി നമ്മൾ സംരക്ഷിക്കപ്പെടണം, കാവുകൾ സംരക്ഷിക്കപ്പെടണം, വനങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഓക്സിജൻ കിട്ടത്തുള്ളൂ. ഈ വായു എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്, വായു ഇല്ലെങ്കിൽ മനുഷ്യനില്ല. അപ്പം വായു എന്ന് പറയുന്ന ഒരു വലിയ സാധനമാണ്. ആ വായു നമുക്ക് വേണ്ട രീതിയിൽ കിട്ടാൻ വേണ്ടി, നമുക്ക് നല്ല രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ, രോഗങ്ങളില്ലാതെ, അസുഖങ്ങളില്ലാതെ നല്ല ആരോഗ്യപരമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടി നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ ഇനി വരും വീഡിയോകളിൽ ഇതിനെപ്പറ്റി തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. കാവുകളെ പറ്റിയും ജ്യോത്സ്യത്തെ പറ്റിയും മരുന്നുകളെ പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് വരും വീഡിയോകളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.